വേഗം നടന്നൂടെ അങ്ങോട്ട് രണ്ടും. അല്ല വത്സലേ, നീ എന്താ ഈ മക്കളെയും കൊണ്ട് എങ്ങോട്ടാ രാവിലെ തന്നെ? വളരെ ദേഷ്യത്തിലാണല്ലോ. അത് ശരി, അപ്പൊ ഈ കാര്യം ഒന്നും അറിഞ്ഞില്ലേ ലളിതേ? കാര്യോ? എന്ത് കാര്യം? ആ സുഭദ്ര ഉണ്ടല്ലോ, സുഭദ്ര, അവള് വിചാരിച്ച എല്ലാം നടക്കുന്ന വിചാരം. നമ്മളീ മക്കളെയും കൂടി വഴി തെറ്റിക്കാൻ വേണ്ടിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട്. അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? എന്റെ മക്കളൊന്നും പറഞ്ഞില്ലേ ചിന്നും മിന്നും? ഇല്ല, ഞാനൊന്നും അറിഞ്ഞില്ല. എന്താ കാര്യം? എന്താ പാറുകുട്ടി ഇങ്ങനെ കരയുന്നത്? അയ്യോ പാറുട്ടി, എന്താ നിന്റെ നെറ്റത്ത്? എന്താ ഞാൻ ഈ കാണുന്നത്? അത് തന്നെയല്ലേ എനിക്കും കലിയാളാക്കിയിരിക്കുന്നത്. സുഭദ്രയുടെ കൂടെ ഒന്ന് പോയിട്ട് കാട്ടിക്കൂട്ടി വെച്ചതാ. എടി ചിന്നു മിന്നു, ഇങ്ങോട്ട് പോയ രണ്ടെണ്ണം. എന്താ അമ്മേ, ഇതാ വരുന്നു. എന്താ അമ്മേ, എന്താ ഞങ്ങളെ വിളിച്ചത്? എന്താ അമ്മേ കാര്യം? എന്താ കാര്യം എന്നാ നിങ്ങൾക്കൊന്നും അറിയില്ലേ? എന്താടിയാ പാറുകുട്ടിയുടെ നെറ്റി കാണുന്നത്? ചേച്ചി പണി പാലും വെള്ളത്തിൽ കിട്ടി. അത് പിന്നെ അമ്മേ ഞങ്ങള് ചേച്ചിനേക്ക് അത് നിന്ന് വെക്കിയത് കാര്യം പറയടി രണ്ടും. അത് പിന്നെ അമ്മേ, ഞങ്ങള് സുഭദ്രാന്റിയുടെ കൂടെ പാർക്ക് വരെ ഒന്ന് പോയതാ. നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാ പോയത്? എന്നോട് ചോദിച്ചിരുന്നോ പോകുമ്പോൾ? അമ്മേ, ഞാൻ ചോദിക്കാന്ന് പറഞ്ഞതാ. ഈ ചേച്ചിയാ പറഞ്ഞത് വേണ്ട, നമുക്ക് പോയി വന്നിട്ട് പറഞ്ഞാ മതിയെന്ന്. അമ്മേ, ഞാനൊന്നല്ല, ഇവളാ പറഞ്ഞത്. ഇപ്പൊ പറയണ്ട അമ്മയോട്, പോയി വന്നിട്ട് പറഞ്ഞാ മതിയെന്ന്. അല്ല അമ്മേ, ചേച്ചി നാളെ പറയാ. എടി മിന്നു, ചേച്ചി ഇപ്പൊ ഇതല്ലാണ്ട് എനിക്ക് വേറെ വഴിയൊന്നുമില്ല. അമ്മേ, ഈ കുട്ടുവാണ് എല്ലാത്തിനും കാരണം. കുട്ടുവാണ് ആ പാറുകുട്ടിനെ പിടിച്ചു തള്ളിയത്. അത് കാരണം എന്തായി? നിങ്ങൾ ഞങ്ങളോട് പറയാണ്ട് പോയത് അറിയാനായി. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഞങ്ങൾ അറിയോ? സുഭദ്രക്കെങ്കിലും നമ്മളോട് ഒരു വാക്ക് പറയായിരുന്നില്ലേ? അത് തന്നെ ഞാൻ പറയുന്നത്. ഇവര് പിന്നെ കുഞ്ഞു കുട്ടികളാണെന്ന് വിചാരിക്കാം. അവൾ എന്താ ഇപ്പോഴും കുഞ്ഞു കുട്ടിയാണോ? ആയ വത്സലേ, നമുക്ക് ചോദിച്ചിട്ട് തന്നെ കാര്യം. ഇങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. നാളെ ഇവൾ ഇതിലും വലുത് ചെയ്താലോ? അമ്മ, സുഭദ്രാന്റെ ഒരു പാവമാണ്. ഞങ്ങൾ നിർബന്ധിച്ച കാരനാണ് കൊണ്ടുപോയത്. മതി മതി, നിങ്ങൾ സുഭദ്രാന്റിയെ സപ്പോർട്ട് ചെയ്തത്. ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം. വേണ്ട അമ്മേ, വേണ്ട. വത്സലേ, നീ അവര് പറയണമെന്നൊന്നും കേൾക്കാൻ നിൽക്കണ്ട. നടക്കങ്ങോട്ട് പോയി ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. എന്റെ മക്കൾക്ക് എന്തെങ്കിലും വന്നിരുന്നെങ്കിൽ ഈശ്വര, എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഈ അമ്മമാരെന്ത് ദൃഷ്ടികളാ. നിങ്ങൾക്കൊക്കെ അത് പറയാടി. അച്ഛന്മാർ ചോദിക്കുമ്പോ ഞങ്ങളല്ലേ മറുപടി പറയേണ്ടത്. നടക്കങ്ങോട്ടല്ല അതും. അമ്മേ, നമുക്ക് തിരിച്ചു പോയാലോ? ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. നിങ്ങൾക്കാണ് പറ്റിയിരുന്നെങ്കിൽ എന്റെ പോലെ ഇങ്ങനൊന്നും ആയിരുന്നില്ല. വത്സലേ, വിളിച്ചൂട് സുഭദ്രയെ. സുഭദ്രേ, എടി സുഭദ്രേ, സുഭദ്രേ, എടി സുഭദ്രേ. ആരത്? ലളിത ചേച്ചിയും വത്സല ചേച്ചിയോ? ഞാൻ അങ്ങോട്ട് വരാൻ നിൽക്കുകയായിരുന്നു ചേച്ചിമാരെ. നീ ഇങ്ങോട്ട് മാറടി, ഞാൻ അങ്ങോട്ട് പോട്ടെ. ഇനി നിനക്കിപ്പോ അങ്ങനെയൊക്കെ പറയാലോ. നീ ആരോട് ചോദിച്ചിട്ടാ കുട്ടികളെ പാർക്കിലേക്ക് കൊണ്ടുപോയത്? ഞങ്ങളോട് രണ്ടുപേരോടും ചോദിച്ചിരുന്നോ ഞങ്ങളെ മക്കളെ കൊണ്ടുപോകുമ്പോ? അത് പിന്നെ കുട്ടികൾ പോകണമെന്ന് പറഞ്ഞപ്പോ ഞാൻ കൊണ്ടുപോയതാ വത്സല ചേച്ചി. അങ്ങനെ കുട്ടികൾ എന്തേലും പറഞ്ഞെന്ന് വിചാരിച്ച്? അത് തന്നെ, ഞങ്ങളോട് നിനക്കൊരു വാക്ക് ചോദിക്കായിരുന്നില്ല. നീ എന്തിലാ കൊണ്ടുപോയത്? കുട്ടികളുടെ അച്ഛന്മാരായിട്ട് എന്തെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും ഇന്ന് സ്ഥിതി? അതിനൊന്നും പറ്റിയില്ലല്ലോ ചേച്ചി. ചെറിയൊരു മുറിവല്ലേ ഉണ്ടായുള്ളൂ. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിയപ്പോ സംഭവിച്ചതാ. നിനക്കത് ചെറിയ മുറിയായിരിക്കും. കാരണം നിന്റെ കുട്ടിക്കൊന്നല്ലല്ലോ പറ്റിയിരിക്കുന്നത്. അയ്യോ ചേച്ചി, ഞാൻ നിന്റെ കുട്ടി എന്റെ കുട്ടി അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. എല്ലാവരും എന്റെ മക്കളാണ്. ചിന്നു ആയാലും മീനു ആയാലും പാറുകുട്ടി ആയാലും കുട്ടു ആയാലും എല്ലാവരും എന്റെ മക്കളെ പോലെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മതി സുഭദ്ര, നിന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. വീണോടുത്ത് കിടന്ന് ഉരുളാൻ നോക്കണ്ട നീ. എടാ കുട്ടു, നിന്റെ കാരണമല്ലേ ഈ കേൾക്കുന്നതൊക്കെ. പാവാണ് സുഭദ്ര ആന്റി. നമ്മൾ എന്ത് പറഞ്ഞാലും ചെയ്തു തരുന്ന ആന്റിയാണ്. എന്താ മക്കളെ ഇവിടെ പ്രശ്നം? എന്താ മോളെ പ്രശ്നം? അത് സുഭദ്രാന്റി ഞങ്ങളെ പാർക്കിൽ കൊണ്ടുപോയതാ. ഞങ്ങൾ രണ്ടുപേരും തല്ലുകൂടിയപ്പോൾ ഞാൻ വീണു, എന്റെ നെറ്റി പൊട്ടി. അതിനാണ് സുഭദ്രാന്റിനെ എല്ലാവരും ചീത്ത പറയുന്നത്. എന്താ ഇവിടെ പ്രശ്നം? ഇതിൽ ഇടപെടണ്ട. നീ നിന്റെ കാര്യം നോക്കി പോവാൻ നോക്ക്. എന്താ കാര്യമൊന്നുമില്ലേ? പറയും എന്തായാലും. ഞങ്ങളോട് ചോദിക്കാണ്ടാവും. ഞങ്ങളുടെ കുട്ടികളെ പാർക്കിൽ കൊണ്ടുപോയിരിക്കുന്നു. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കൊണ്ടുപോകുന്നതല്ലേ? കൊണ്ടുപോകുന്നതൊക്കെ ശരിയെ. പാറുകുട്ടിയുടെ തല കണ്ടോ നിങ്ങള്? അതൊരു ചെറിയ മുറിയല്ലേ, അത് കെട്ടിയാൽ മാറാവുന്നതേ ഉള്ളൂ. നിങ്ങൾ പരസ്പരം സ്നേഹമുള്ള കുടുംബമല്ലേ, എന്തിനാണ് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്ത് നല്ലവരായി പിരിഞ്ഞ്. അത് തന്നെ അമ്മേ, സുഭദ്രാന്റിനെ വഴക്കൊന്നും പറയണ്ട. സോറി ചേച്ചിമാരെ, എന്റെ ഭാഗത്തുമുണ്ട് തെറ്റി. ഇനി ഒരിക്കലും നിങ്ങളോട് ചോദിക്കാണ്ട് മക്കളെ ഞാൻ കൊണ്ടുപോകില്ല. അതൊന്നും സാരമില്ല, ഞങ്ങളുടെ ഭാഗത്തുമുണ്ട് തെറ്റ്.